നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറി അവന്മാരെ അങ്ങ് തീർത്താലോ? ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിച്ചു തീർക്കണം എല്ലാത്തിനെയും. ചോരതളവ് കടന്ന കച്ചവടത്തിലല്ല. അവരെ കൊന്നെടുക്കുന്നതുകൊണ്ട് ഷോർട്ട് ടേം ബെനിഫിറ്റേ ഉണ്ടാവും. അവർ കേരളത്തിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൈകാര്യം ചെയ്യുന്ന പൊന്നു മുഴുവൻ നമ്മുടെ കയ്യിൽ വരണം. നാളെ എത്ര കിലോ ആണ് 3 പോർട്ടിലും കൂടി കേരളത്തിലെത്തുന്നത്? അടാട്ടയോ അതോ നമ്മുടെയോ? എൻ്റെ അറിവിൽ 120. 30 അടാട്ട്, 30 ചാക്കു, 30 സൽമാൻ്റെ. ബാക്കി തൃശ്ശൂരിലെ തമ്പിയാർ. കണക്ക് ശരിയല്ലേ? കൺസൈൻമെൻറ്റ് ദുബായിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഒറ്റണം. 30 കിലോ വരെ പിടിച്ചെടുത്തോളാൻ കസ്റ്റംസിലെ ജോൺ സാറിനെ ദയവ് വിളിച്ച് പറയണം. ആ നഷ്ടപ്പെട്ട 30 കിലോ അടാട്ടുകാരുടേതാണെന്ന് അവരോട് പറയണം. നമ്പ്യാരോട് പറയണം കസ്റ്റംസ് പിടിച്ചെടുത്തത് അവരുടെ സ്വർണ്ണമാണെന്ന്. സൽമാനോടും ഇത് തന്നെ പറയണം. ദെൻ ചാക്കുവിനോടും. ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗെയിം സേഫാണ്. കസ്റ്റംസിന് 30 കിലോ, പിടിച്ചെടുക്കാത്ത 90 കിലോയാണ് ഇതിലെ നമ്മുടെ ലാഭം. സംഗതി എനിക്കിഷ്ടപ്പെട്ടു. എ പെർഫെക്റ്റ് പ്ലാൻ. പക്ഷെ എവിടെയെങ്കിലും പാളിയാൽ അടാട്ട് ജോർജ് എല്ലാത്തിനും അദ്ദേഹത്തെ അമ്പ് പെരുന്നാൾ നടത്തും. ഇനിയുള്ള 50 പെരുന്നാളും പിണ്ടിപ്പെരുന്നാളും ദേവരാജ് നടത്തും. ഗവൺമെന്റിനെ പറ്റിക്കുന്ന പോലെ അല്ല ജോർജിനെ പറ്റിക്കുന്നത്. ഡോണ്ട് വറി, സാറിന് ജോർജിനെ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇറ്റ്സ് എ വേർഡ്. നമ്മുടെ എല്ലാവരുടെയും ഗോൾഡ് ഒരു ദിവസം തന്നെ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോ ഒറ്റിയതാ. അതിൻ്റെ കാരിയേഴ്സിനെയും കൊണ്ടുവരുന്ന ചാനലും ഒന്നും ആർക്കും അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും ചെയ്യില്ല. ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിന് കച്ചവടം ഉണ്ടല്ലോ. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരേ ഒരു സാധനമേ ഈ ലോകത്തുള്ളൂ, അത് പണമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ഒറ്റിയെന്നാണോ? 1000-10,000 കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കസ്റ്റംസാരെ മാങ്ങ പറിക്കാനിരിക്കില്ലല്ലോ. ഇതാര് ചെയ്തുവെന്നും ആരെക്കൊണ്ട് ചെയ്യിച്ചുവെന്നും വന്ന ഗോൾഡിൽ എത്ര ഈ മാങ്ങപറിക്കാരുടെ കയ്യിലെത്തിയെന്നൊക്കെ കണ്ടുപിടിക്കാൻ ജോർജിന് കുറച്ച് സമയം മതി. അതുവരെ കരുതിക്കോ, ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. കസ്റ്റംസ് ഓഫീസർ ജോൺ സാറിൻ്റെ അടുത്ത് ഗോൾഡ് പിടിപ്പിച്ചത് ഞാൻ. ഇച്ചായൻ്റെ ഭീഷണി കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ഇച്ചായൻ കണ്ടുപിടിക്കുന്ന മുമ്പ് ഞാനങ്ങ് തീർന്നു വിചാരിച്ചു. He is out of danger. പേടിക്കേണ്ട സിറ്റുവേഷൻ കഴിഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. റോഡിൽ കിടന്ന ഈ ചായനെ ഇവിടെ എത്തിച്ചത് ലോക്കൽ ലേബേഴ്സാണ്. ആരാ ചെയ്ത്? ഡോണ്ട് ബി ഷോക്ക്ഡ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാ ചെയ്തത്. ദേവരാജ്. His ugly greed made him do this. ദുബായിൽ നിന്ന് വന്ന ഗോൾഡ് കൺസൈൻമെന്റ് 4-1 അവൻ കസ്റ്റംസിന് ഒറ്റി. ജോർജ് അത് കണ്ടുപിടിച്ചു. My brother George
തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഏറ്റവും എന്തിനാണ്? അവൻ രക്ഷപ്പെടുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മുറിവ് കൂടി അയാൾ തിരിച്ചു വന്നാൽ നീ തൊലയും. തൽക്കാലം നീ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി, ഞാൻ പറയുന്നവരെ. ഇല്ലെങ്കിൽ ഞാനോ അവനോ നിന്നെ തീർക്കും.